ഗുഡ് മോർണിംഗ്. ഇന്ന് ദേവനെ സ്കൂളിൽ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അവനോട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും പറഞ്ഞാലും കുഴപ്പമുണ്ടായിട്ടല്ല, എങ്ങടെ പോകണമെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവന് സ്കൂളിലേക്ക് കൊടുത്ത് വിടുന്നത് കുമ്പളങ്ങ കറിയാണ് കേട്ടോ. എരി കമ്മിയാക്കിയിട്ടാണ് ഇവിടെ കറികളൊക്കെ ഉണ്ടാക്കുക കേട്ടോ, കുട്ടികൾ കഴിക്കുന്ന കാരണം കൊണ്ട്. അതിൻ്റെ കൂടെ സോയാബി വറുത്തതും കൂടി കൊടുത്തിട്ടുണ്ട്. വേദക്കുട്ടീനെയും കൂടി അംഗനവാടിക്ക് വിടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സാഹചര്യങ്ങൾ കാരണം കൊണ്ട് അവൾക്ക് അംഗനവാടിക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവളേനെയും കൂടിയും കൈക്കലാക്കി. ഞങ്ങൾ വീട്ടിൽ നിന്ന് 4 സ്റ്റെപ്പ് നടന്ന ബസ് സ്റ്റോപ്പ് എത്തിയിട്ടോ. അപ്പോൾ ബസ്സും കാത്തിങ്ങനെ നിൽക്കുന്നത് മെയിൻ സ്റ്റോപ്പൊന്നല്ല, ഇവിടെ അങ്ങനെ എല്ലാ ബസ്സുകളൊന്നും നിർത്താറില്ല കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ നിർത്തും, അപ്പോൾ കയറി പോവുക, അത്ര മാത്രം. ആ കാണുന്ന ചെറിയ കടയാണ് അച്ഛൻ്റെ പെട്ടിക്കട. ഇത് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആയിട്ട് കിട്ടാമെന്നുണ്ടായിരിക്കും. ഞങ്ങൾ എന്ത് കാര്യത്തിനാണോ പട്ടാമ്പിക്ക് പോയത് ആ കാര്യം എന്തായാലും നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒരു വരവ് കൂടി വരേണ്ടി വരും കേട്ടോ. എന്നെന്തായാലും വേദക്കുട്ടീനെ ഞാൻ അംഗനവാടിക്ക് വിട്ടതിന് ശേഷം മാത്രമേ വരുള്ളൂ. കാരണം അവളെ എടുത്തിട്ട് ബസ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കയറി കഴിഞ്ഞാൽ വേഗം സീറ്റൊക്കെ കിട്ടും, എന്നാലും നമ്മൾ കയറുമ്പോഴേക്കും വേഗം ബസ് എടുക്കും. അങ്ങനെ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഭാഗ്യത്തിന് ഒരു ഓട്ടോറിക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ